ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റ് ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള വനം വകുപ്പിൽ വന്നിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്. പരസ്യസംബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് വരുന്നത് ജില്ല തിരിച്ച് കൊല്ലം, പാലക്കാട് ജില്ലയിൽ OBC കാറ്റഗറിയിലേക്ക് ഓരോ വേക്കൻസി ഇതാണ്. വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. ശമ്പളം വരുന്നത് 26,000 മുതൽ 60,000 രൂപ വരെയാണ്. ഇനി പ്രായപരിധി വരുന്നത് 23 വയസ്സിന് 39 വയസ്സിന് ഇടയിലാണ്. ഈ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് SSLC യോഗ്യതയാണ്. കൂടാതെ തന്നെ ഉപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും LMV, HGMV, HPMV എല്ലാ അംഗീകാരമുള്ള സാധുവായിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ 3 വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി, പിന്നെ OMR ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തുടങ്ങിയവയ്ക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളിലും വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ 3 വർഷത്തെ പരിചയം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഡ്രൈവർ എന്ന നിലയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ആ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡ്രൈവിംഗിലെ പ്രാവീണ്യം PSC നടത്തുന്ന ഒരു പ്രായോഗിക പരീക്ഷയിലൂടെയും പരിശോധിക്കുന്നതാണ്. ഇനി ശാരീരിക ക്ഷമത, ഫിസിക്കൽ എഫിഷ്യൻസിയാണ്. ഉയരം പറഞ്ഞിരിക്കുന്നത് 168 സെൻറ്റിമീറ്റർ ആണ്. നെഞ്ചളവായിട്ട് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞത് 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം എന്നാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും ദേശീയ ഫിസിക്കൽ എഫിഷ്യൻസി 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന്റെ ചുവടെ വ്യക്തമായിട്ടുള്ള 8 ഇവന്റുകളിൽ ഏതെങ്കിലും 5 ഇവന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ യോഗ്യത നേടിയിരിക്കണം എന്നതാണ്. അപ്പം ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് പറയാം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് ആണ്. ഹൈ ജമ്പ് 132.2 സെൻറ്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് 457.2 സെൻറ്റിമീറ്റർ ആണ്. ഷോർട്ട് പുട്ട് വരുന്നത് 7,264 ഗ്രാം ആണ്. 609.6 സെൻറ്റിമീറ്റർ. ക്രിക്കറ്റ് പന്ത് എറിയുന്നത് 6,906 സെൻറ്റിമീറ്റർ. റോപ്പ് ക്ലൈംബിംഗ് വരുന്നത് കൈകൾ കൊണ്ട് മാത്രമാണ് 365.8 സെൻറ്റിമീറ്റർ ആണ്. വലിക്കുക അല്ലെങ്കിൽ ചിന്നിങ് വരുന്നത് 8 തവണ. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. ഈ ഒരു ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിലെങ്കിലും വ്യക്തമായിട്ടുള്ള യോഗ്യത നേടിയിരിക്കണം. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് മുമ്പ് ഉദ്യോഗാർത്ഥികളുടെ ഫിസിക്കൽ മെഷർമെന്റ് എടുക്കും. കൂടാതെ നിശ്ചിത ഫിസിക്കൽ മെഷർമെന്റ് ഇല്ലാത്തവരെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പരിഗണിക്കുന്നതല്ല. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും പരിക്കുകളോ അപകടങ്ങളോ സംഭവിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കാൻ വീണ്ടും അവസരം നൽകുന്നതല്ല. ഇനി ഇയേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ കേൾവി പൂർണ്ണമായിരിക്കണം. കണ്ണാണെങ്കിൽ ഗ്ലാസ് ഇല്ലാതെ താഴെ നൽകിയിരിക്കുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ്സുകൾ കൈവശം വയ്ക്കുന്നതിന് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതായത് വിദൂര ദർശനം 6/6 ആണ്. കാഴ്ചയ്ക്ക് സമീപം 0.5 ആണ്. ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വർണ്ണദർശനം സാധാരണയാണ്. പിന്നെ നിശാന്തത ഇല്ലാത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി പേശികളുടെയും സന്ധികളുടെയും കാര്യത്തിൽ പക്ഷാഘാതം ഇല്ല. കൂടാതെ സ്വതന്ത്രമായിട്ടുള്ള ചലനങ്ങളുള്ള എല്ലാ സന്ധികളുമാണ് വേണ്ടത്. നാഡീവ്യൂഹം പറഞ്ഞിരിക്കുന്നത് തികച്ചും സാധാരണവും ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ നിന്ന് വിമുക്തവുമായിട്ടിരിക്കണം. അപേക്ഷാ ഫീസിന്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. ഇനി തെരഞ്ഞെടുക്കൽ നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ്, എഴുത്ത് പരീക്ഷ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മുഖേനയാണ്. PSC സൈറ്റിലാണ്. ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി വരുന്നത് December 20 അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.